വലിയ പ്രതിസന്ധിയിലാണ്. പുറത്ത് ചിരിക്കുന്നെന്ന് മാത്രമേ ഉള്ളൂ. ഇന്ന് രാവിലെ നിന്റെ പ്രശ്നം പരിഹരിക്കപ്പെടാൻ പോവാ. നിന്റെ അമ്മ കരഞ്ഞൊരു കരച്ചിലുണ്ട്, അത് താതന്റെ മുമ്പിൽ കിടപ്പുണ്ട്. എല്ലാം തകർന്നെന്നല്ല തകർന്നു. ഞാൻ ഒരു കാര്യം പറയാം, നിന്റെ അമ്മ തകർന്നു പോകുന്ന കാണണം ഈ അറ്റാച്ച് ചെയ്യുന്ന ആളിന്. പറഞ്ഞ വാക്ക് പറയാ, ഈ ഒരു കോടതി വ്യവഹാരം അറ്റാച്ച്മെന്റ് മാറിപ്പോകും. നീ വലിയ പ്രതിസന്ധിയില്ല. പുറത്ത് ചിരിക്കുന്നെന്ന് മാത്രമേ ഉള്ളൂ. ഇന്ന് രാവിലെ നിന്റെ പ്രശ്നം പരിഹരിക്കപ്പെടാൻ പോവാ. നിന്റെ അമ്മ കരഞ്ഞൊരു കരച്ചിലുണ്ട്, അത് താതന്റെ മുമ്പിൽ കിടപ്പുണ്ട്. ഈ രാവിലെ ആ പ്രതിസന്ധികൾക്ക് എന്റെ ദൈവം മാറ്റം തരാൻ തുടങ്ങുക. കൈയൊന്നടിക്കാൻ പറ്റുന്ന ആളുകള് കൈയൊന്നടിച്ച് യേശുവേ എന്നൊന്ന് വിളിക്കാൻ പറ്റുന്ന എല്ലാരും കൂടെ അതരമൊന്ന് തുറന്ന് നാവൊന്ന് ചലിപ്പിച്ച് യേശുവേ എന്നുറക്കി ഒന്ന് വിളിച്ചേ. ഞാൻ ഈ അമ്മ അവിടെ ഇരുന്നപ്പോഴേ ഒരു കണ്ട കാഴ്ച ഇങ്ങനെ, അമ്മ താമസിക്കുന്ന വീടും വസ്തുവും എല്ലാം അറ്റാച്ച് ചെയ്തേക്കുവാ. ഇതാ ഞാൻ കണ്ട കോടതി അറ്റാച്ച് ചെയ്തേക്കുവാ. ഇന്ന് രാവിലെ ദൈവം എന്നോട് പറയുക, ആ കോടതിയുടെ കെട്ടിപ്പ് അഴിഞ്ഞു പോകാൻ പോവാ. കൈ അടിച്ചു വിളിക്കാവുന്ന ആളുകൾ ആദരവൊന്ന് തുറന്ന് യേശുവേ ഒന്ന് വിളിച്ചേ. പുറത്ത് ആർക്കും ഈ സംഭവം അറിയത്തില്ല. നീയും നിന്റെ മക്കളും കൂടെ ഉരുകുക കടന്ന് ദൈവം എന്നോട് പറയുക, പരുമല പള്ളിക്കടുത്തുള്ള നിന്റെ സ്ഥലം ദൈവം നിനക്ക് തന്നതാ. ഇന്ന് രാവിലെ ഉള്ളുരുകി പ്രാർത്ഥിച്ചുകൊണ്ടാ ഇവിടെ യോഗത്തിന് വന്നത്. പരിശുദ്ധാത്മാവ് എന്നോട് പറയുക, നിന്റെ വിഷയത്തിന് പരിഹാരം ദൈവം തരാൻ പോവാ. എത്ര നാള് ഗൾഫിൽ ജോലി ചെയ്തു, പഠിച്ചതും വളർന്നതും എല്ലാം ഗൾഫില. എല്ലാം തകർന്നെന്നല്ല തകർന്നു. ഞാൻ ഒരു കാര്യം പറയാം, നിന്റെ അമ്മ തകർന്നു പോകുന്ന കാണണം ഈ അറ്റാച്ച് ചെയ്യുന്ന ആളിന്. അതിനുള്ള പണി അവര് ചെയ്തേക്കുന്നേ. ഞാനൊരു ദൂത് പറയാം, 1,20,00,000 രൂപയ്ക്ക് അറ്റാച്ച് ചെയ്തേക്കുന്നേ ഈ സാധനം തൊട്ട് താഴേക്ക് വരാൻ പോവാ. ദൈവം ഈ കെട്ട് പൊട്ടിച്ചു കളയും. നിന്റെ വീട്ടിൽ നിന്ന് അറ്റാച്ച്മെന്റ് മാറിപ്പോകും. എല്ലാരും കൂടെ ഒന്ന് കൈയടിച്ച് യേശുവേ എന്നൊന്ന് വിളിക്കാൻ പറ്റുന്ന ആളുകള് യേശുവേ എന്നുറക്കെ ഒന്ന് വിളിച്ചേ. ആ നാമത്തെ ഒന്ന് ഉയർത്താൻ പറ്റുന്ന എല്ലാ ദൈവത്തിന്റെ മക്കളും കൂടെ അധരമൊന്ന് തുറന്ന് നാവൊന്ന് ചലിപ്പിച്ച് ഇന്ന് രാവിലെ ചെറുപ്പക്കാരൻ അമ്മച്ചിയുടെ മോൻ എത്ര വയസ്സുണ്ട്? 37 വയസ്സ്. 2000 കല്യാണം കഴിച്ചത് 2018. അന്ന് അവര് നിനക്കിട്ട് പ്ലാൻ ശരിക്കും അത് നീ അറിഞ്ഞില്ല. പക്ഷെ എന്നോട് ദൈവം പറയുക, അവരുടെ പ്ലാനുകളെല്ലാം ഇന്ന് പൊട്ടിപ്പോകും. ഓമടാ, എനിക്കിപ്പോ ജോലിക്ക് പോകാൻ പറ്റുന്നില്ല. 4 സൈഡും കൂടെ അതെല്ലാം കൂടെ എത്ര സെന്റ് അറ്റാച്ച്മെന്റ് ഇന്ന് മാറിപ്പോ. കോടതി കിടക്കുക. ദൈവം ആ കോടതി ഇറങ്ങി വരും. നിനക്ക് പിള്ളേരില്ല അല്ലയോ? ഇല്ല. താമസില്ല. സ്വസ്ഥമായിട്ട് താമസിക്കാൻ അവർ വിട്ടില്ല. എടാ, നിന്നെ അങ്ങ് കൊണ്ടുപോകാനായിരുന്നു അവരുടെ ആഗ്രഹം. അതായിരുന്നു അവരുടെ ഏറ്റവും വലിയ സ്വപ്നം. നിന്റെ അമ്മയെ വേണ്ട, നിന്നെ വേണം. അവിടെ കുഴപ്പമല്ല, അവരുടെ വീട്ടുകാരുടെ കുഴപ്പമാണ്. സത്യം. നീ ഇവിടെ ആദ്യമായിട്ട് വന്നാ? തമ്മിൽ ആദ്യം കാണുവാ? ആദ്യമായിട്ട് കാണും. ഒന്ന് കൈയടിച്ചോ നിങ്ങൾ. എടാ പിച്ചു, വേണ്ട അമ്മേ, ഞാൻ ഇന്ന് രാവിലെ കർത്താവ് പറഞ്ഞ വാക്ക് പറയാ, ഈ ഒരു കോടതി വ്യവഹാരം അറ്റാച്ച്മെന്റ് മാറിപ്പോകും. ഒരു നിസ്സാര പൈസക്ക് കേസ് സെറ്റിൽ ചെയ്യും. ഈ മകൻ അനുഗ്രഹിക്കപ്പെടും, അവന് ജോലി കിട്ടും, അവൻ മറ്റൊരു വിവാഹം കഴിക്കും, അതിൽ അവന് തലമുറ ഉണ്ടാകും. ഈ അമ്മച്ചി അത് കരം കൊണ്ടെടുക്കുമെന്ന്. ബാധ്യതയല്ല
അവനൊപ്പം പറയാനാരുമേയില്ല, അവനെ പോലാരാധ്യനില്ല. അവനാർക്കും കടക്കാരനല്ല, അവനാർക്കും ബാധ്യതയല്ല. അവനൊപ്പം പറയാനാരുമേയില്ല, അവനെ പോലാരാധ്യനില്ല. ആഹാ എഴുന്നേറ്റ് നിന്നാട്ടെ. എഴുന്നേറ്റ് നിൽക്കാൻ പറ്റുന്ന എല്ലാ ആളുകളും ഒരു നിമിഷം ഒന്ന് എഴുന്നേറ്റ് നിന്ന് ഹൃദയത്തിൽ നിന്ന് പാടാൻ പറ്റുന്ന എല്ലാ ദൈവമക്കളും ഹൃദയത്തിൽ നിന്ന് രാവിലെ ഒന്ന് പാടി. പരിശുദ്ധൻ മഹോന്നത ദേവൻ, പരമെങ്ങും വിളങ്ങും മഹേശൻ, സ്വർഗീയ സൈന്യങ്ങൾ വാഴ്ത്തി സ്തുതിക്കുന്ന സ്വർലോകനാഥന വശിക. പരിശുദ്ധൻ മഹോന്നത ദേവൻ, പരമെങ്ങും വിളങ്ങും മഹേശൻ, സ്വർഗീയ സൈന്യങ്ങൾ വാഴ്ത്തി സ്തുതിക്കുന്ന സ്വർലോകനാഥന വശിക. ആഹാ തുണയാരോടും വൻകീരി